ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് തോൽവി, അതായത് ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് ഓവർകം ചെയ്യാമെന്നൊന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. സോ ഇത് അവർക്കുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ തോൽവി എന്ന് പറയുന്നത് ഒരു അവസാനമല്ല. ഫെയിലിയർ ഈസ് നോട്ട് ജസ്റ്റ് എൻഡ്, അതൊരു തുടക്കം മാത്രമാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് ഇതെങ്ങനെ ഓവർകം ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പോയിന്റ് ആക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു 10x ടോക്ക്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തോൽവിയിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. സക്സസ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ടാവും കുറേ കഥകൾ, തോൽവികളിലെ ഫെയിലിയർ ആയിട്ടുള്ള കഥകൾ. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തോൽവി വരും, പക്ഷേ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് കണക്കാക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ഇറ്റ്. തോൽവി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അതൊരു ലെസൺ ആക്കിയിട്ട് കണക്കാക്കുക. അല്ലാണ്ട് അതിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു പണിഷ്മെൻ്റ് ആയിട്ട് കണക്കാക്കരുത്. നമ്മളതിൽ സ്റ്റക്കായിട്ട് പോകരുത്, അതിൽ നിന്ന് മുന്നേറാൻ നോക്കുക. അങ്ങനത്തെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക. സെക്കൻഡ് പോയിന്റ്, ലേണിംഗ് ഫ്രം ഇറ്റ്. അതായത് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് അനലൈസ് ചെയ്യുക. നമുക്ക് എവിടെയാണ് അത് തോൽവി സംഭവിച്ചതെന്ന് വെച്ചിട്ട് അത് ട്രാക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അത് ചെയ്യുമ്പോൾ അത് നമുക്ക് കറക്റ്റിൽ ഓർമ്മ ഉണ്ടാവും, അപ്പം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നൊരു പോയിൻ്റാണ് ഡോണ്ട് ക്വിറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു തവണ തോൽവി വന്നാൽ നെക്സ്റ്റ് നമുക്കൊരു സക്സസ് എന്തായാലും ഉണ്ടാവും. അങ്ങനത്തെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. നെക്സ്റ്റ് പോയിൻ്റാണ് സ്റ്റേ ഇൻസ്പയർഡ്. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയെങ്കിൽ APJ അബ്ദുൽ കലാം, പിന്നെ അതുപോലെ തന്നെ എഡിസൺ, അവരൊക്കെ തോൽവിയിൽ നിന്നാണ് തുടങ്ങിയത്. അവരൊക്കെ അതിൽ കണ്ടിന്യൂ ചെയ്ത് പോയപ്പോഴാണ് അവർക്ക് സക്സസ് ആവാൻ സാധിച്ചത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോൽവി ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു കോമാക്കിയിട്ട് കണക്കാക്കണം. നിങ്ങൾക്ക് ഇനിയും മുന്നോട്ടുണ്ട്. സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങളെ ലൈഫ് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് അവിടെ സ്റ്റക്കായി പോകണോ അതോ കണ്ടിന്യൂ ആയിട്ട് അടുത്ത സ്റ്റെപ്സിൽ പിടിക്കണോ.